കുറച്ച് മെറ്റലിൻ്റെ ചാംസാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാതും 2 വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹാങ് ചെയ്യണ കമ്മലായിട്ട് ആണ് കേട്ടോ ഇന്ന് ചെയ്യണത്. എങ്ങനെയാണെന്ന് അപ്പോൾ നോക്കാം കേട്ടോ. ആദ്യം ഈ സൈക്കിളിൻ്റെ ഹാങ്ങിങ് കൊണ്ടാണ് കേട്ടോ കമ്മലുണ്ടാക്കണത്. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. നമ്മൾ കമ്മലിൻ്റെ ഹുക്കിൻ്റെ ഇതൊന്ന് അകത്തിയിട്ട് ഇതിൽ കണക്ട് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ഫസ്റ്റത്തെ കമ്മൽ നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വളരെ സിമ്പിളാണ്. വെറുതെ അതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് എടുക്കാം കേട്ടോ. ഈ ഹാൻഡ് ബാഗിൻ്റെ ഷേപ്പുള്ള ചാംസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സിൽവർ കളറുള്ള ചെയിൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറച്ച് വലുതും ഒന്ന് കുറച്ച് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ജമ്പറിങ് ചെറുതെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇത് ഈ ചെയിൻ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് പ്രസ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി കമ്മലിൻ്റെ ഹുക്ക് എടുത്തിട്ട് ഇത് ഇതിലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ആദ്യം ഇത് ഓപ്പൺ ആക്കിയിട്ട് ഈ ഇതാണ് കണക്ട് ചെയ്യണത്. അതിന് ശേഷം ചെയിൻ്റെ ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ കമ്മലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം. അടുത്തത് നമ്മൾ ഈ തുമ്പിയുടെ ഇതുകൊണ്ടാണ് കേട്ടോ ചെയ്യണത്. അതിന് ഞാനിങ്ങനെ ഒരു ഐപ്പിൻ എടുത്തിട്ടുണ്ട് സിൽവറിൻ്റെ. അതിലേക്ക് ഇത് ഈ തുമ്പിയുടെ അതിനെ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഈ വൈറ്റ് ബേൾ പുറത്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഒരു 5 വൈറ്റ് ബേൾ പുറത്തുണ്ട് കേട്ടോ. ഇതിൻ്റെ അറ്റം നമുക്കൊരു ഹുക്ക് പോലെ വളച്ചെടുക്കാം കേട്ടോ. ഇനി 2 ഹെഡ് പിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഇതേപോലെ തന്നെ വൈറ്റ് ബേൾ പുറത്ത് കൊടുക്കാം കേട്ടോ. 4 എണ്ണമാണ് കേട്ടോ കുറക്കണത്. ഇത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ജമ്പറിങ് എടുത്തിട്ട് അതിലേക്ക് ഇത് കോർത്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യണത്. ആദ്യം ഇതാണ് കേട്ടോ കുറക്കണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹാങ്ങിങ്ങുള്ളത് കോർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് പ്രസ് ചെയ്തിട്ട് ലോക്കാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് കമ്മലിൻ്റെ തൂക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മുടെ അടുത്ത കമ്മലും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഈ കൊടയുടെ ഹാങ്ങിങ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് 3 പീസ് ചെയിൻ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ 2 ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഹെഡ് പിന്നാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ലെങ്ത് ഉണ്ട്, അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഹുക്ക് പോലെ വളച്ചെടുക്കാത്തനി. ഇത് ഒരു ചെയിൻ കട്ട് ചെയ്തിട്ടില്ല, അതിലേക്ക് കണക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതേപോലെ അടുത്തതും ചെയ്യാം കേട്ടോ. ഇത് 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഹാങ്ങിങ് ഈ ചെയിനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ സൈഡ് റിങ് എടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്യാം. ഇനി വീണ്ടും നമ്മുടെ സൈഡ് റിങ് എടുത്തിട്ട് ഇതെല്ലാതും അതിലേക്ക് കോർത്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യണത്. ആദ്യം ഈ ബ്ലാക്ക് ബീഡിൻ്റെ ഹാങ്ങിങ് കോർക്കാട്ടോ. ഇങ്ങനെയാണ് കേട്ടോ കോർത്ത് കൊടുക്കണത്. ഇനി ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് കമ്മലിൻ്റെ ഉക്കിലേക്ക് കോർത്ത് കൊടുക്കാം. അങ്ങനെ ഈ കമ്മൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം കേട്ടോ. ഈ ട്രീയുടെ ഷേപ്പുള്ളതാണ് കേട്ടോ അടുത്തുള്ളത്. അതിലേക്ക് ഒരു ബട്ടർഫ്ലൈയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കും ഇങ്ങനെ ചെയ്യാൻ 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഹെഡ് പിൻ എടുത്തിട്ട് ഈ ബട്ടർഫ്ലൈയുടെ ഇതിൽ കോർത്തിട്ട് കൂടുതൽ വരുന്ന കട്ട് ചെയ്തിട്ട് ഹുക്ക് പോലെ ആക്കിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു ചെയിൻ കണക്ട് ചെയ്ത് കൊടുക്കാം. സൈഡ് റിങ്ങിൽ ഈ ട്രീയുടെ അത് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ചെയിനും കൂടിയിട്ട് കണക്ട് ചെയ്തെടുക്കാം. സൈഡ് റിങ് എടുത്തിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കമ്മലിൻ്റെ ഹുക്കിലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ കമ്മൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കാണിക്കാത്ത ഒരു ഹാങ്ങിങ് ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് കൂടി ഒരു കമ്മൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല, ഇതിലേക്ക് വെറുതെ കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് കേട്ടോ. അങ്ങനെ ഈ കമ്മൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കമ്മലും ഒന്നും കൂടി നോക്കാം കേട്ടോ. ഇതിൽ ഏത് കമ്മലാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റിൽ പറയണം കേട്ടോ. എല്ലാതും വെറുതെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്താലും കമ്മലായിട്ട് കിട്ടും. പക്ഷെ അതൊന്നൊരു വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏത് കമ്മലാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.